നമ്മളിപ്പോൾ പറിച്ചതാണ്, ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്ത കുറച്ചധികം വഴുതനങ്ങ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു കടഞ്ഞ കൂട്ടാൻ എന്ന് പറയും കേട്ടോ. പുളിയും അതുപോലെ കുറച്ച് മുളകൊക്കെ കൂട്ടിയിട്ട് കടയ എന്ന് പറഞ്ഞാൽ കുത്തി ഉടച്ചെടുക്കണം. നല്ല സ്വാദുള്ളൊരു കൂട്ടാനാണിത്. ഇത് ദോശയുടെ കൂടെയാണെങ്കിലും ഇഡ്ഡലിയുടെ കൂടെയാണെങ്കിലും നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റുന്നതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ആയിട്ട് ഞാൻ ചേർക്കണത് ഒരു തക്കാളി, ഒരു എന്താ പറയുക പൊട്ടറ്റോ, പിന്നെ ഉള്ളി. ഇത്രയും കാര്യങ്ങളാണ് ഇതിനാവശ്യം. ആദ്യം നമുക്ക് പ്രഷർ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. ഉള്ളി മാത്രമാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ബാക്കി കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഉള്ളി ഒന്നങ്ങോട്ട് ബ്രൗൺ നിറം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് ചേർക്കണം. അത് നീളമുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3-4 എണ്ണം ചേർക്കുക. ഇനി നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ഇടത്തരം വലിപ്പമുള്ള തക്കാളിയും കഷ്ണങ്ങളാക്കി എരിഞ്ഞതാണ്. കൂടെ തന്നെ ഞാൻ തുടക്കത്തിൽ കാണിച്ച വഴുതനങ്ങ ഒരു 5-6 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ. ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർക്കുക. ഈ വഴുതനങ്ങയുടെ കഷ്ണങ്ങളൊക്കെ വേവണോണ്ട് പുളി ചേർത്ത് ഒരുമിച്ച് വേവിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഇത് വഴുതനങ്ങയ്ക്ക് പകരം നമുക്ക് മത്തങ്ങ പോലെ കൊഴുപ്പുള്ള കഷ്ണങ്ങൾ വെച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്യാം. ഇനി എക്സ്ട്രാ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 1-2 വിസിലടിച്ചിട്ട് എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് കുത്തി ഉടയ്ക്കണം. എല്ലാ കഷ്ണങ്ങളും യോജിക്കുന്ന രീതിയിൽ ഉടച്ചെടുക്കുക. ഇങ്ങനെ ഉടയ്ക്കണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിന് കടഞ്ഞ കൂട്ടാൻ എന്നുള്ള ഒരു പേര് വരുന്നത്. വഴുതനങ്ങയ്ക്ക് തന്നെ കൊഴുപ്പുണ്ട്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു കൊഴുത്ത രീതിയിലുള്ള കൂട്ടാൻ തന്നെയായിരിക്കും കേട്ടോ. പരിപ്പോ തേങ്ങയോ വേറെ ഒന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് കൊഴുപ്പുണ്ടായിരിക്കും. ഇനി ഇതിൽ കുറച്ചും കൂടി ലൂസാക്കണം എന്നുള്ളവർക്ക് നല്ലോണം തിളച്ചിട്ടുള്ള വെള്ളം ചേർക്കണം കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത്. അതിന് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലൂസാക്കാം. കുറുകിയിരിക്കേണ്ടവർക്ക് ഈ ഒരു പാകത്തിന് എടുക്കാം. ഇനി നമുക്ക് വറുത്തിടുകയും കൂടി വേണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിൽ വറ്റൽമുളകും കറിവേപ്പിലയും അതുപോലെ കുറച്ച് കടുകും കൂടി വറുത്തിടുകയും കൂടി ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു കൂട്ടാനാണ്. മാത്രമല്ല അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു കൂട്ടാനും കൂടിയാണ് കേട്ടോ. ഇത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്തും മഴക്കാലത്തും ഒക്കെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാനായിട്ടും അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ ഉണ്ടാക്കാനായിട്ടും ഒക്കെ എളുപ്പത്തിലുള്ളൊരു കൂട്ടാൻ കൂടിയിട്ടാണ്. ഇനി ഉള്ളി നമുക്ക് ആദ്യമേ വഴറ്റി ചേർക്കുന്നതിന് പകരം നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. വറുത്തിടുന്ന സമയത്ത് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നല്ലോണം ചെറിയ ഉള്ളി ഒന്ന് അതിൽ മൂപ്പിച്ച് ചേർത്താലും സ്വാദ് തന്നെയായിരിക്കും കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇതുപോലുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.